ഭൂമിയിലെ മറ്റുള്ള ജീവജാലങ്ങളെ അപേക്ഷിച്ച് മനുഷ്യർ സാങ്കേതികപരമായി വികാസം പ്രാപിച്ചവരാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ നമ്മളെപ്പോലെ തന്നെ സാങ്കേതികപരമായി വികാസം പ്രാപിച്ച ഏതെങ്കിലും ജനതയുണ്ടാകുമോ? അങ്ങനെയുണ്ടെങ്കിൽ നമുക്കവരെ പറ്റിയൊന്നും അറിയാം. നമ്മുടെ സൂര്യൻ നമ്മുടെ ഗാലക്സിയിലെ കോടിക്കണക്കിന് വരുന്ന നക്ഷത്രങ്ങളിൽ ഒന്നും മാത്രമാണ്. അതേപോലെ തന്നെ നമ്മുടെ ഗാലക്സിയിൽ കോടിക്കണക്കിന് വരുന്ന ഈ നക്ഷത്രങ്ങളിൽ എല്ലാ നക്ഷത്രങ്ങളിലും മിനിമം ഒരു ഗ്രഹമെങ്കിലും ഉണ്ടാകും എന്നുള്ളതാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ജീവന് ഉള്ള സാധ്യതകൾ വളരെ അധികം വലുതാണ്. പക്ഷേ അതിലെ ഏറ്റവും വലിയ ചോദ്യം എന്തെന്നാൽ ഇൻ്റലിജൻ്റ് ലൈഫ് ഉണ്ടോ എന്നുള്ളതാണ്. അങ്ങനെയുണ്ടെങ്കിൽ അവരെ പറ്റി നമുക്കൊന്ന് അറിയാൻ ശ്രമിക്കാം. ഒന്നാമതായി ഗ്രേ ഏലിയൻസ്. ശാസ്ത്രത്തെ ഫോളോ ചെയ്യുന്ന, ശാസ്ത്രപരമായ ന്യൂസുകൾ കാണുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കൂട്ടം ഏലിയൻസ് അല്ലെങ്കിൽ അന്യഗ്രഹ ജീവികളാണ് ഗ്രേ ഏലിയൻസ് എന്ന് പറയുന്നത്. ഇവരെ ഈബൻസ് എന്നും പറയുന്നുണ്ട്. ഇവരെ ഗ്രേ ഏലിയൻസ് എന്ന് വിളിക്കാനുള്ള കാരണം ഇവരുടെ ശരീരത്തിൻ്റെ, അതായത് സ്കിൻ കളർ എന്ന് പറയുന്നത് ഗ്രേ ആണ്. അതുകൊണ്ടാണ് ഇവരെ ഗ്രേ ഏലിയൻസ് എന്ന് വിളിക്കുന്നത്. ഏകദേശം അവരുടെ നീളം എന്ന് പറയുന്നത് ഏകദേശം 1 മീറ്ററാണ്. അതിൽ തന്നെ 2 ടൈപ്പ് ഗ്രേ ഏലിയൻസ് ഉണ്ട്. നീളം കൂടിയവരും നീളം കുറഞ്ഞവരും. ഇപ്പോൾ പറയുന്നത് നീളം കുറഞ്ഞവരുടെ കാര്യമാണ്. അവരുടെ ഉയരം എന്ന് പറയുന്നത് 1 മീറ്ററാണ്, അല്ലെങ്കിൽ 3.3 അടി. ഇവർക്ക് മനുഷ്യരെ പോലെ ശരീര രോമങ്ങളില്ല. പക്ഷേ ഇവരുടെ തല വളരെ വലുതാണ്. കറുത്ത വലിയ കണ്ണുകളും ചെറിയ ചുണ്ടും ഒരു കുഞ്ഞു മൂക്കും ചെവി എന്ന് പറയാനുള്ള സംഭവം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇവരുടെ മൂക്ക് എന്ന് പറയുന്നത് വളരെ ഷാർപ്പാണ്. 3-4 കൈവിരലുകൾ. ഇതൊക്കെയാണ് ഗ്രേ ഏലിയൻസിൻ്റെ പ്രത്യേകതകൾ. സേറ്റ റെറ്റിക്യുലിയൻസ് എന്നും ഇവരെ വിളിക്കാറുണ്ട്. അതിന് കാരണം സേറ്റ റെറ്റിക്യുലിയൻ സ്റ്റാർ സിസ്റ്റത്തിൽ നിന്നും വന്നതുകൊണ്ടാണ്. ഭൂമിയിൽ നിന്നും 39.3 പ്രകാശവർഷം അകലെയാണ് ഈ സ്റ്റാർ സിസ്റ്റം സ്ഥിതി ചെയ്യുന്നത്. ഈ ഗ്രേ ഏലിയൻസ് തട്ടിക്കൊണ്ടുപോയ 2 പേരുടെ കഥ നമുക്ക് നോക്കാം. ബാണി ആൻഡ് ബെറ്റി എന്നാണ് അവരുടെ പേര്. ബാണിയും ബെറ്റിയും ഹസ്ബൻഡ് ആൻഡ് വൈഫായിരുന്നു. 1961 സെപ്റ്റംബർ 19 നയാഗ്ര വെള്ളച്ചാട്ടത്തിലും മോൺട്രിയാലുമായുള്ള അവധിക്കാലത്തിന് ശേഷം പോർട്ട്സ്മൗത്തിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു ബെറ്റിയും ബാണിയും. അവർ കാറിൽ പോകുന്ന സമയത്ത് ബെറ്റി പുറത്തേക്ക് നോക്കിയപ്പോൾ ആകാശത്ത് ഒരു പ്രകാശം കണ്ടു. എന്നാൽ ഈ പ്രകാശം സാധാരണ പ്രകാശത്തെ പോലെയല്ല. ഈ പ്രകാശം അതിൻ്റെ ദിശകളെ മാറ്റിക്കൊണ്ടിരുന്നു. ഇന്ത്യൻ ഹൈഡിന് ഏകദേശം 1 മൈൽ തെക്കുകൂടിയായിരുന്നു അവർ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കവേ തന്നെ അതിവേഗം തന്നെ അവരുടെ വാഹനത്തിന് നേരെ ഈ പറക്കം തെളികി വരികയായിരുന്നു. അപ്പോൾ തന്നെ ബാണി ഹൈവേയുടെ മധ്യത്തിൽ തന്നെ കാറ് നിർത്തി. ബാണിക്കപ്പോൾ കാണാൻ സാധിച്ചത് ഏകദേശം 100 അടി ഉയരത്തിലായി ഭീമാകാരമായ നിശബ്ദമായ ഒരു പറക്കും തെളിക. അതിനുശേഷം അദ്ദേഹം തൻ്റെ കയ്യിലുള്ള തോക്കും ബൈനോക്കുലറുമായി പതുക്കെ പുറത്തിറങ്ങി. ബൈനോക്കുലറിലൂടെ ആ പറക്കും തെളിയെ നിരീക്ഷിച്ച അദ്ദേഹത്തിന് മനസ്സിലായത് ഹ്യൂമനോട് രൂപമുള്ള കുറേയധികം ആളുകൾ. അദ്ദേഹം പതുക്കെ ഈ സ്പേസ് ക്രാഫ്റ്റിൻ്റെ അടുത്തേക്ക് നടന്നു. അദ്ദേഹം അവിടെ കണ്ടത് ഏകദേശം 8ഓളം മനുഷ്യരൂപമുള്ള ആളുകളെയാണ്. പക്ഷേ കൂടുതൽ അടുത്തേക്ക് വന്നപ്പോഴാണ് ബാണിക്കൊരു കാര്യം മനസ്സിലായത്, ഇവർ മനുഷ്യരല്ല എന്നുള്ള കാര്യം. ഈ സ്പേസ് ക്രാഫ്റ്റിലുണ്ടായിരുന്ന കുറച്ചധികം ആളുകൾ അവർ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി അല്പം മുന്നിലേക്ക് വന്നു. അതിൽ ഒരാൾ മാത്രം ആ നിന്ന സ്ഥലത്ത് തന്നെ നിന്നു. അദ്ദേഹം ബാണിയെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. അവർ ബാണിയോട് പറഞ്ഞത്, നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ നിൽക്കുക, നോക്കുക. ഇത്രയും മാത്രമാണ് അവർ ബാണിയോട് പറഞ്ഞത്. പിന്നീട് അവർക്ക് ഓർമ്മ വരുമ്പോൾ കാറിലിരുന്ന് വീട്ടിലേക്ക് പോകുന്നതായിട്ടാണ് അവർക്ക് തോന്നിയത്. എന്നാൽ വീട്ടിൽ ചെന്നതിന് ശേഷം പല അസ്വസ്ഥതകളുണ്ടായെങ്കിലും അവരുടെ വസ്ത്രങ്ങളെല്ലാം കീറിപ്പറിഞ്ഞു പോവുകയും ചെയ്തു. ഈ എൻകൗണ്ടറിന് ശേഷം ഏകദേശം ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ ബെറ്റി പല പല സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. ഈ സ്വപ്നങ്ങളുടെ തീവ്രത കൂടി വന്നപ്പോൾ ബെറ്റി തൻ്റെ ആശങ്ക ഭർത്താവായ ബാണിയോട് പറഞ്ഞു. ബാണിയാണെങ്കിൽ അത് വലിയ കാര്യമായി എടുത്തില്ല. പക്ഷേ എന്നാൽ ഇതിങ്ങനെ കൂടിക്കൂടി വന്നപ്പോൾ ബെറ്റി തൻ്റെ സ്വപ്നങ്ങളെ ഒരു ഡയറിയിൽ എഴുതി വെക്കാൻ തുടങ്ങി. അന്ന് രാത്രിയിൽ നടന്നത് സ്പേസ് ക്രാഫ്റ്റിലുണ്ടായിരുന്ന ആളുകൾ പുറത്തിറങ്ങി ബെറ്റി ഇരുന്ന കാറിന് ചുറ്റുമായി നിൽക്കുകയും ബെറ്റിയോട്
നിർബന്ധപൂർവ്വം കാട്ടിലേക്ക് നടക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അതിനുശേഷം അവർ കാട്ടിലേക്ക് നടക്കുമ്പോൾ തന്നെ ബെറ്റി പുറകോട്ട് നോക്കിയപ്പോൾ ബാണി ഉറക്കത്തിലെന്ന പോലെ നടക്കുകയാണ്. ബാണിയെ ബെറ്റി ഉറക്കം വിളിച്ചെങ്കിലും അദ്ദേഹത്തിനത് ഒന്നും കേൾക്കാനായില്ല. പിന്നീടാണ് അവരൊരു കാര്യം മനസ്സിലാക്കിയത്. തങ്ങൾക്ക് യാത്ര ചെയ്യാൻ എടുക്കേണ്ട സമയം എന്ന് പറയുന്നത് വെറും 4 മണിക്കൂറായിരുന്നു. എന്നാൽ അവർ യാത്ര ചെയ്ത് വീട്ടിലെത്തിയപ്പോഴേക്കും ഏകദേശം 7 മണിക്കൂർ കഴിഞ്ഞിരുന്നു. ബെറ്റിയെയും ബാണിയെയും വിവിധതരം പരീക്ഷണങ്ങളിൽ അവർ ഉപയോഗിച്ചു എന്നാണ് അവർ പറയുന്നത്. ഈ ആളുകൾക്ക് ഏകദേശം 5 അടി വരെ ഉയരവും സൈനികർ ധരിക്കുന്നത് പോലെയുള്ള തൊപ്പികളും യൂണിഫോമും എല്ലാം ഇവർക്കുണ്ടായിരുന്നു. അവരുടെ ചർമ്മത്തിന് ചാരനിറമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഒരു കൂട്ടം മനുഷ്യരാണ് റെപ്റ്റീലിയൻസ് അല്ലെങ്കിൽ ഉരക മനുഷ്യർ എന്ന് പറയുന്നത്. ഇവരെയും പല മനുഷ്യർ കണ്ടതായി അവർ അവകാശപ്പെടുന്നുണ്ട്. ഈ റെപ്റ്റീലിയൻ ഹ്യൂമനോയിഡുകളെ ഇന്ത്യൻ പുരാണങ്ങളിലും ഈജിപ്ഷ്യൻ ദൈവങ്ങളുടെ കൂട്ടത്തിലും ഇവരെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മളുടെ പൂർവ്വകാലത്ത് ഇവർ നമ്മളെ സന്ദർശിച്ചു എന്നുള്ളതിനുള്ള ശക്തമായ തെളിവാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ റെപ്റ്റീലിയൻ ഹ്യൂമനോയിഡുകൾ വരുന്നത് ഒറായൻ എന്ന നക്ഷത്രക്കൂട്ടത്തിൽ നിന്നുമാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇവരെ ലിസാർഡ് മെൻ എന്നും വിളിക്കാറുണ്ട്. നോർഡിക് ഏലിയൻ എന്ന മറ്റൊരു വിഭാഗമുണ്ട്. ഇവർ വന്നത് പ്ലിയേഡി സ്റ്റാർ സിസ്റ്റത്തിൽ നിന്നുമാണ്. 6 മുതൽ 7 അടി വരെ ഉയരമുള്ള ഇവർ നീല കണ്ണുകൾ, ഫെയർ സ്കിൻ, അതേപോലെ തന്നെ ബ്ലോണ്ട് ഹെയർ എന്നിവയാണ് ഇവരുടെ പ്രത്യേകതകൾ. ഇവരെ കണ്ട മനുഷ്യർ പറയുന്നത് ഇവർ വളരെയധികം ദയാലുക്കളായ ഒരു കൂട്ടം ഏലിയൻസ് ആണ് എന്നാണ്. ഇവർ ഭൂമിയുടെ പരിസ്ഥിതിയെക്കുറിച്ചും ലോക സമാധാനത്തെക്കുറിച്ചും വളരെയധികം ഉത്കണ്ഠാകുലരാണ്. പിന്നീട് മറ്റൊരു ഏലിയൻ വിഭാഗമാണ് ഇൻസെക്ടോയിഡ്സ്. പുൽച്ചാടിയെ പോലിരിക്കുന്ന ഏലിയൻസ്. ത്രികോണ ആകൃതിയിലുള്ള തല, വലിയ കറുത്ത കണ്ണ്, ചെറിയ വായ, ഏകദേശം 10 അടിയിലധികം ഉയരം, നന്നേ ചെറിയ ശരീരങ്ങൾ, വലിയ നീളമുള്ള കൈകൾ എന്നിവയാണ് ഈ ഏലിയൻസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. മനുഷ്യർ ഇതുവരെ കണ്ടിട്ടുള്ള 3 വിഭാഗം എന്ന് പറയുന്നത്, ഒന്ന് ഹ്യൂമനോയിഡ്സ് ഏലിയൻസ് ആണ്, അതായത് മനുഷ്യരോട് സാദൃശ്യമുള്ള എന്നാൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ള ഹ്യൂമനോയിഡ്സ്. പിന്നൊന്ന് റെപ്റ്റീലിയൻ ഹ്യൂമനോയിഡ്സ്, അതായത് ഉരക ജീവികളോട് സാദൃശ്യം തോന്നുന്ന തരത്തിലുള്ള മനുഷ്യനെ പോലെ ഇരിക്കുന്ന ഏലിയൻസ്. മൂന്നാമത് ഇൻസെക്ടോയിഡ്സ് ആണ്, അതായത് ഈ ഇൻസെക്റ്റുകൾ അവരെ പോലെ ഇരിക്കുന്ന പ്രത്യേകതകളുള്ള ഏലിയൻസ്. ഇങ്ങനെ 3 തരത്തിലുള്ള ഏലിയൻസിനെയാണ് നമ്മൾ ഇതുവരെയായും എൻകൗണ്ടർ ചെയ്തിട്ടുള്ളത്. ഏലിയൻസിനെ അബ്ഡക്ഷൻ സ്റ്റോറീസ് ഒരുപാടുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഇതേപോലുള്ള സ്റ്റോറീസ് കിട്ടുന്നതാണ്. ബെറ്റിയെയും ബാണിയെയും പോലെ ഒരുപാട് ആളുകൾ ഇതേപോലെ അബ്ഡക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവരെല്ലാം പറയുന്നത് ഈ സ്പേസ് ക്രാഫ്റ്റുകളിൽ വന്നവർ തങ്ങളെ ഏതൊക്കെയോ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുകയായിരുന്നു എന്നാണ്. എന്നാൽ ഇത് US ഗവൺമെൻറ്റിനെല്ലാം ഇത് അറിയാമെന്നും കരാറുകളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും എന്നാണ് പറയപ്പെടുന്നത്. ഈ കരാർ പ്രകാരം മനുഷ്യനെ അബ്ഡക്റ്റ് ചെയ്യാനും അവരിൽ പരീക്ഷണം നടത്താനും അനുവാദം ഇവർക്കുണ്ട്. പല സോഴ്സുകളിൽ നിന്നുള്ള വിവരപ്രകാരം അവർ പറയുന്നത് ഏകദേശം 1000 വർഷങ്ങളായിട്ട് തന്നെ ഈ ഏലിയൻസ് ഭൂമിയിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അവർ മനുഷ്യരാശിയെ വളരെയധികം കാലങ്ങളായി പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുമാണ് അവർ പറയുന്നത്. എന്തു തന്നെ ആയാലും ഇതിൻ്റെ സത്യം എന്താണെന്ന് വരും വർഷങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഏലിയൻസ് ഉണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം ഏലിയൻസ് ഉണ്ട് എന്ന് തന്നെയാണ്. അതിന് കാരണം നമ്മൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഏലിയൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മൾ ഒരിക്കലും ഈ ഭൂമിയിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യസന്ധമായ അവസ്ഥ. അതുകൊണ്ട് തന്നെ ഏലിയൻസും ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്? കമൻറ്റുകളായി രേഖപ്പെടുത്താം. വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.